കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ജ്യോതിമ, ഒരു നിമിഷം ഒന്നിറങ്ങി വാ. വാ. എന്താണോ തനിക്ക് പറയാനുള്ളത്? അന്ത സീൻ എപ്പിടി ഇരുന്നത് സൂപ്പറല്ലേ? ഇതുപോലൊരു കാഴ്ച ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടേയില്ല. DK എന്ന വൻമരം അടിവേരിളകി പിഴുത് വീഴുന്ന അതിമനോഹരമായ കാഴ്ച. പെൺവാണിഭക്കാരൻ DK. ഇനി അങ്ങനെയായിരിക്കും നാട്ടുകാരവനെ കാണുന്നത്. നാട്ടുകാര്, പത്രക്കാര്, ചാനലുകാര്, മഞ്ഞ പത്രക്കാര്, സോഷ്യൽ മീഡിയയിലെ കുത്തിത്തിരിപ്പുകാര്, അവർക്കൊക്കെ ആഘോഷിക്കാൻ ഇതിൽ പര എന്ത് വേണം? DK മരിച്ചു, കൊന്നു ഈ ഞാൻ. അവന്റെ അഭിമാനം, പേര്, പ്രശസ്തി എല്ലാം ഇതോടെ തീർന്നു. എങ്ങനെയുണ്ട് ജ്യോതിമ? കണ്ണു നിറയെ കണ്ടില്ലേ? സ്വന്തം ഭർത്താവിനെ പെൺവാണിഭ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പൊ താനാണല്ലേ ഈ ചതി ചെയ്തത്? യെസ് ജ്യോതിമ, ഞാനാണ് അത് ചെയ്തത്. എല്ലാം എന്റെ പ്ലാനിങ്. ആ വന്ന നാട്ടുകാർക്കും പോലീസിനും മാധ്യമങ്ങൾക്കും പിന്നെ ആ പോലീസ് കൊണ്ടുപോയ പെണ്ണുങ്ങൾക്കും എല്ലാം ഞാൻ ഇഷ്ടം പോലെ പണം കൊടുത്തു. എന്തിനാന്നറിയോ? നിന്റെ ഭർത്താവിനെ മാനം കെടുത്തി അവനെ തകർത്ത് തരിപ്പണമാക്കാൻ. ഇത് സാമ്പിൾ പൊങ്കലാണ് ജ്യോതിമ. യഥാർത്ഥ പൊങ്കല് വരാനിരിക്കുന്നതേ ഉള്ളൂ. അതെ, അവൻ താങ്ങത്തില്ല. ഇതൊക്കെ തന്റെ സ്വപ്നം മാത്രമാണോ? ഇതുകൊണ്ടൊന്നും എന്റെ ഏട്ടൻ തകരില്ല. സ്വന്തം ഭാര്യയായ ഞാൻ എന്റെ ഏട്ടനൊപ്പം നിൽക്കും. ഈ നാട്ടുകാരോട് മുഴുവനും വിളിച്ചു പറയും ഇതൊക്കെ തന്റെ ചതിയായിരുന്നു എന്ന്. പറഞ്ഞോ. പക്ഷേ ഇതുപോലെയുള്ള നാറ്റ കേസിന് ഒരു കുഴപ്പമുണ്ട് ജ്യോതിമ. എത്ര വലിയ നന്മയുള്ളവനാണെങ്കിലും നിമിഷ നേരം കൊണ്ട് ആളുകൾ അതെല്ലാം മറക്കും. ആൾക്കൂട്ടത്തിനും മീഡിയയ്ക്കും സത്യം അറിയണ്ട. ഇതുപോലെയുള്ള കാഴ്ചകൾ കണ്ടാൽ മതി. പിന്നെ അവരതങ്ങ് ഏറ്റെടുത്തോളും. ഇനിയിപ്പൊ അവരുടെ ഉത്സവമാണ്. DK എന്ന പെൺവാണിഭക്കാരന്റെ കഥകൾ ഓരോന്നോരോന്നായി ഇനി പുറത്തു വരും. നിറം പിടിപ്പിച്ച നല്ല ഒന്നാന്തരം നുണക്കഥകൾ എല്ലാം ഞാൻ പണം കൊടുത്ത് ചെയ്യിക്കും. നിങ്ങളീ എഴുതിക്കുന്ന നുണക്കഥകൾ കൊണ്ടൊന്നും മറച്ചു വെക്കാൻ പറ്റുന്നതല്ല സത്യം. അതെവിടെ ഒളിപ്പിച്ചു വെച്ചാലും ഒരു ദിവസം പുറത്തു വരിക തന്നെ ചെയ്യും. മണ്ടത്തരം പറയല്ലേ ജ്യോതിമ. ഒരു കള്ളം 100 തവണയല്ല, 1000 തവണ എഴുതി സത്യമാക്കുന്നവരാ കൂടുതൽ മാധ്യമങ്ങളും. അവർക്കൊക്കെ ആവശ്യത്തിലധികം ഞാൻ കൊടുത്തിട്ടുണ്ട്.
DK എന്ന നന്മ മരത്തിന്റെ ചില്ലകൾ ഓരോന്നോരോന്നായി വെട്ടി വീഴ്ത്താൻ ഇപ്പൊ അവന്റെ മാനം പോയി. ഇനി അവന്റെ ബിസിനസ് DK റെസ്റ്റോറൻറ്റ്സ് അതിന്റെ ഗുഡ്വിൽ തകർത്ത് തരിപ്പണമാക്കി അതങ്ങ് പൂട്ടിക്കും ഞാൻ. അതോടെ എന്ത് ചെയ്യണോന്നറിയാതെ നിന്റെ ഭർത്താവ് നിൽക്കുമ്പോ അപ്പോ അമരാവതിയിലെ ആദ്യത്തെ മരണം സംഭവിക്കും. DKക്ക് ഏറ്റവും പ്രിയപ്പെട്ട വളർത്തു മക്കളിൽ ഒരാൾ ആക്സിഡന്റിൽ കൊല്ലപ്പെടും. വേണ്ട, അവരൊക്കെ പാവങ്ങളാ. അവരൊന്നും ചെയ്യരുത്. എന്താ? അവരെ ഒന്നും ചെയ്യരുതെന്നോ? അതെങ്ങനെ ജ്യോതിമ? എന്റെ മനസ്സിലെ പകയുടെ കനലടങ്ങണ്ടേ? നിന്റെ സൂപ്പർ ഹീറോ അല്ലേ DK? അവനെ ഞാനേ സൂപ്പർ സീറോയാക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ചേഞ്ച് കൊടുക്കാം. അവന്റെ അമ്മയെ കൊല്ലാം. എന്താ? നിങ്ങളൊരു മനുഷ്യനാണോ? നിരപരാധികളെ കൊല്ലുന്നതാണോ നിങ്ങളുടെ ഹീറോയിസം? നീയും അവനും കൂടി എന്റെ അമ്മയെ കൊന്നതല്ലേ? എനിക്കതിന്റെ പ്രതികാരം ചെയ്തല്ലേ പറ്റൂ. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. സർ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അവിനാശിന്റെ കൊലപാതകം സംബന്ധിച്ച ഒരു വിവരം തരാനാന്ന് പറഞ്ഞ ഈ സ്ത്രീ എന്നെ വിളിച്ചത്. ഇങ്ങനൊരു ട്രാപ്പ് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. അയ്യോ ചുമ്മാതെ സാറേ, ഈ സാറാ ഞങ്ങളുടെ മുതലാളി. പക്ഷെ അതിന്റെ ഗമയൊന്നുമില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാനും വരും, ആവശ്യത്തിന് കാശും തരും. നല്ല സ്നേഹമുള്ള സാറാ. അനാവശ്യം പറയരുത് സർ, ഞാൻ ഇവരെ ആദ്യമായിട്ടാണ് കാണുന്നത്. മതി മതി, പിടിക്കപ്പെടുമ്പോ എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ പറയുന്നത്. ACP മാഡം ഇപ്പൊ വരും. അത് കഴിഞ്ഞേ കൊണ്ടുപോകാവെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങോട്ട്? കോടതിയിലേക്ക്. അതെന്തിനാ സാറേ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത്? പ്രായപൂർത്തിയായവർക്ക് ഇതൊക്കെ ചെയ്യാന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെന്താ? അത് വേറെ, ഇത് വേറെ. എങ്ങനെയുണ്ട് ജ്യോതിമ? ഓക്കെ അല്ലേ? വേണ്ട, ദയവ് ചെയ്ത് ആ പാവങ്ങളെ ഒന്നും ചെയ്യരുത്. നിങ്ങൾ തിരിച്ചു പോണം. പോവാം. എല്ലാം അവസാനിപ്പിച്ച് ഞാൻ തിരിച്ചു പോവാം. പക്ഷേ പകരം DKയുടെ ജീവിതത്തിൽ നിന്ന് നീയും ഇറങ്ങിപ്പോണം. അതിന് നീ സമ്മതിച്ചാൽ ഞാനും എല്ലാം നിർത്താം. എന്താ? DKയെ ഉപേക്ഷിച്ച് ആ കുടുംബത്തെ രക്ഷിക്കാൻ നിനക്ക് പറ്റുമോ? പറ്റണം. അല്ലെങ്കിൽ സകലതും നശിപ്പിക്കും ഞാൻ. ഈശ്വരാ, ഞാൻ എന്ത് ചെയ്യും? എന്റെ ഏട്ടനെ വിട്ട് ഞാൻ എങ്ങനെ പോവും? പോയില്ലെങ്കിൽ ഇയാളെല്ലാം നശിപ്പിക്കും. എന്റെ ഭർത്താവിനെയും കുടുംബത്തെ രക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. ജ്യോതിമ, ഓക്കെ അല്ലേ? നിന്റെ ഭർത്താവിനെയും അമരാവതിയെയും മക്കളെയും മരുമക്കളെയും ആ അമ്മയൊക്കെ രക്ഷിക്കാൻ നിനക്കേ പറ്റൂ. പക്ഷേ DKയെ നീ ഉപേക്ഷിക്കണം.
സമ്മതിച്ചു. എന്റെ ഭർത്താവിനെയും കുടുംബത്തെ രക്ഷിക്കാൻ ഞാൻ എന്തും ചെയ്യും. പക്ഷെ എത്ര നാൾ ഞാൻ മാറി നിൽക്കണം? പറയേ, DK വിട്ട് ഞാൻ എത്ര നാൾ മാറി നിൽക്കണം എന്ന്? അല്ല, ആരാ ഇത്? മഹാനായ DKയോ? ബിസിനസ് ഒക്കെ ഡള്ളായതുകൊണ്ടാണോ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്? നിങ്ങൾ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. കണ്ണി കാണുന്നതല്ല, സത്യമല്ല. ഇത് ഇവർ ആർക്കോ വേണ്ടി ഉണ്ടാക്കിയ ട്രാപ്പാണെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ നിന്ന് പുറത്തിറങ്ങിക്കോട്ടെ. സത്യം എന്താണെന്ന് ഇവരെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും. സൂക്ഷിച്ചോ, എന്നെ ചതിച്ചിട്ട് രക്ഷപ്പെടാന്ന് കരുതണ്ട. ആർക്കു വേണ്ടിയാ നീ ചെയ്തത്? സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നീ അറിയും. എന്താ ഇത്? ഇവരെ ഭീഷണിപ്പെടുത്തുന്നോ? ഇതൊന്നും നടക്കത്തില്ല. ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് കഴിയുകയോ ലിവിങ് ടുഗദറായിട്ട് ജീവിക്കുകയോ ചെയ്യുന്നത് തടയാൻ പോലീസിനിപ്പോ പറ്റില്ല. പക്ഷെ പെൺവാണിഭം അതൊരു കുറ്റം തന്നെയാ മുതലാളി. ഹോട്ടലിൽ വരുന്ന ഗസ്റ്റിനു വേണ്ടി സ്ത്രീകളെ കൊണ്ടൊന്ന് കാഴ്ചവെക്കുന്നത് കുറ്റകൃത്യമാണ് മുതലാളി. നോ, ഇതൊക്കെ കെട്ടിച്ചമച്ച കഥകളാ. ആരുടെയോ ചട്ടുകമായിട്ടാ നിങ്ങളിപ്പോ പെരുമാറുന്നത്. ആ കളി എന്നോട് വേണ്ട മാഡം. ഇതിനേക്കാൾ വലിയ കളികൾ കണ്ടവനാ ഞാൻ. ഒന്ന് നിങ്ങൾ ഓർത്തോ, മറ്റാർക്കെങ്കിലും വേണ്ടി എന്നെ നാണം കെടുത്താൻ മനഃപൂർവ്വം മാഡം കച്ച കെട്ടി ഇറങ്ങിയതാണെങ്കിൽ മാഡത്തിനത് നന്നായിരിക്കില്ല. ഷട്ട് അപ്പ്. വെറുതെ അലറണ്ട മാഡം. ഇതിനേക്കാൾ വലിയ അലർച്ചകളും കടന്നു വന്നവനാ ഞാൻ. ഭയമില്ല. അത് മാഡത്തിന് മനസ്സിലാവാൻ പോകുന്നേ ഉള്ളൂ. മാഡം, കളക്ടറും കമ്മീഷണറും വരുന്നുണ്ട്. എന്തിനാ പിടിച്ചോണ്ടുവന്നത്? സർ, ഇവരെ ഒരു വീട്ടിൽ നിന്ന് ഒരുമിച്ച് പിടിച്ചതാ. ഈ സ്ത്രീ പറയുന്നത് ഇത് ഇയാളുടെ പെൺവാണിഭ സംഘമാണെന്നാ. ഹൗ ഡെയർ യു? തന്നോട് ആരാ പറഞ്ഞത് DKക്ക് പെൺവാണിഭ സംഘം ഉണ്ടെന്ന്? ഈ സ്ത്രീയാണോ? ആരാ ഇവര്? എന്താ ഇവരുടെ ക്രെഡിബിലിറ്റി? അന്ന, ഒരു കാര്യം എപ്പോഴും ഓർക്കണം. ഈ യൂണിഫോം മറ്റാർക്കും പണയം വെക്കരുത്. നിങ്ങൾ ആർക്ക് വേണ്ടിയാ ഈ നാണം കെട്ട കളി കളിച്ചത്? എന്താണ് സംഭവിച്ചെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ സ്ത്രീയെ കാണാൻ പോകുന്നതിന് മുമ്പ് DK എന്നെ വിളിച്ചിരുന്നു. അവിനാഷിന്റെ കൊലപാതകം സംബന്ധിച്ച് വിവരങ്ങൾ നൽകാമെന്ന് ഇവർ പറഞ്ഞ കാര്യവും എന്നോട് പറഞ്ഞു. കേട്ടു നോക്ക്. ആരാണെന്നറിയില്ല, ഒരു സ്ത്രീ എന്നെ വിളിച്ചു. എന്തിന്? അവിനാശിന്റെ മരണം സംബന്ധിച്ച ചില തെളിവുകൾ തരാനാന്നാ പറഞ്ഞത്. ഉറപ്പാണോ? അതോ ഇനി വല്ല ട്രാപ്പാണോ? സൂക്ഷിക്കണം. അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ അങ്ങോട്ട് പോവാ. ആദ്യം ആ സ്ത്രീ പറഞ്ഞത് സത്യമാണോ എന്ന് നോക്കട്ടെ. ഇതൊരു ട്രാപ്പാണെങ്കിൽ എനിക്ക് പിന്നാലെ ഏതോ ശത്രു ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം. അത് ആരാണെന്ന് എനിക്കൊരു ഊഹമുണ്ട്. ബാക്കി നമുക്ക് നേരിൽ കാണുമ്പോൾ സംസാരിക്കാം. ശരി, ഞാൻ വിളിക്കാം. അന്ന കേട്ടില്ലേ? ആരെയാ ട്രാപ്പ് ചെയ്തെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? കളക്ടറെ വിളിച്ചതുപോലെ DK എന്നെയും വിളിച്ചു. ഇനി അതും കൂടി കേൾപ്പിക്കണോ? വേണ്ട സർ, ഐ എം സോറി. അന്ന ഒരു കാര്യം മനസ്സിലാക്കണം. വ്യക്തിപരമായ ഈഗോയും വിരോധവും തീർക്കാനുള്ള വഴിയല്ല ഈ യൂണിഫോം. ഈ ട്രാപ്പിന് പിന്നിൽ ആരായിരുന്നാലും എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. ഓക്കെ സർ, 24 മണിക്കൂറിനകം കണ്ടെത്തിയിരിക്കും. DK, കമോൺ. ഇവരെ ലോക്കപ്പ് ചെയ്യേ. എന്ത് വേണമെന്ന് ഞാൻ പറയാം. സർ, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. ഒരു ഇൻഫർമേഷൻ കിട്ടിയപ്പോ വന്നേ ഉള്ളൂ. നോ എക്സ്പ്ലനേഷൻ. ഡു വാട്ട് ഐ സെഡ്. DK മരിച്ചു, കൊന്നു ഈ ഞാൻ.
അവന്റെ അഭിമാനം, പേര്, പ്രശസ്തി എല്ലാം ഇതോടെ തീർന്നു. നിന്റെ സൂപ്പർ ഹീറോ അല്ലേ DK? അവനെ ഞാനേ സൂപ്പർ സീറോയാക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ചേഞ്ച് കൊടുക്കാം. അവന്റെ അമ്മയെ കൊല്ലാം. എല്ലാം അവസാനിപ്പിച്ച് ഞാൻ തിരിച്ചു പോവാം. പക്ഷെ പകരം DKയുടെ ജീവിതത്തിൽ നിന്ന് നീയും ഇറങ്ങിപ്പോണം. DKയെ ഉപേക്ഷിച്ച് ആ കുടുംബത്തെ രക്ഷിക്കാൻ നിനക്ക് പറ്റുമോ? അല്ലെങ്കിൽ സകലതും നശിപ്പിക്കും ഞാൻ. പറയൂ, എത്ര നാൾ ഞാൻ മാറി നിൽക്കണം? എന്റെ മനസ്സിലെ കലി അടങ്ങുന്നത് വരെ. അതുവരെ നീ മാറി നിൽക്കണം. നീ കൂടെ ഇല്ലാത്തതിന്റെ ദുഃഖം അവൻ അറിയണം. അതല്ലേ ഞാൻ ചോദിച്ചേ, എത്ര നാൾ ഞാൻ എന്റെ ഏട്ടനെ ഉപേക്ഷിച്ച് മാറി നിൽക്കണം എന്ന്? എന്റെ കുടുംബത്തിന് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാ. പക്ഷെ നിങ്ങളുടെ അമ്മ മരിച്ചതിന് ഞങ്ങൾ കാരണമാണെങ്കിൽ ഞാനതിന് പ്രായശ്ചിത്തം ചെയ്യാം. എന്റെ ഭർത്താവിനും കുടുംബത്തിനും വേണ്ടി ഞാൻ എന്റെ പ്രാണനായ ഭർത്താവിനെ ഉപേക്ഷിക്കാം. പക്ഷെ അതിനൊരു സമയപരിധി ഉണ്ടായേ പറ്റൂ. നിങ്ങളുടെ മനസ്സില് കലിയടങ്ങി തിരിച്ചു പോകാൻ എത്ര നാൾ വേണം? അത് നിങ്ങൾ പറഞ്ഞേ പറ്റൂ. പറയാം. മിനിമം 1 year. 1 വർഷം. അത് കഴിയുമ്പോൾ എന്റെ മനസ്സ് ശാന്തമായ നിനക്ക് തിരിച്ചു പോവാം. ഇല്ലെങ്കിൽ പിന്നെയും നീളും. ഞാൻ പറയുന്നത് വരെ നീ അവന്റെ ലൈഫിൽ നിന്ന് പോയേ പറ്റൂ. പോകാം. പക്ഷെ ഞാൻ അവിടെ ഇറങ്ങിയതിനു ശേഷം എന്റെ ഭർത്താവിനോ ആ കുടുംബത്തിനോ നിങ്ങൾ കാരണം ഒരു പോറിലെങ്കിലും സംഭവിച്ച അന്ന് ഞാൻ തിരിച്ചു വരും. എന്റെ ഭർത്താവിനോട് ഞാൻ എല്ലാ സത്യവും പറയും. സമ്മതം ജ്യോതിമ. നീ ഇപ്പൊ വിചാരിക്കുന്നത് പോലെ ഞാനത്ര ദുഷ്ടനൊന്നുമല്ല. പക്ഷേ ഇത്രയെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ എന്റെ അമ്മയുടെ ആത്മാവ് എന്നോട് ക്ഷമിക്കില്ല. എന്റെ അമ്മയുടെ ആത്മാവിന് മോക്ഷം കിട്ടുന്നത് വരെ എന്റെ മനസ്സിലെ കലി അടങ്ങില്ല. അത് കഴിഞ്ഞ് നിനക്ക് തിരിച്ചു പോവാം. അതിന് ഒരു സമയപരിധി പറയാൻ പറ്റില്ല. ഇപ്പോ നിന്റെ മുന്നിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. DKയുടെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോവുക.
എന്റെ മനസ്സിലെ കലി അടങ്ങുന്നത് വരെ, അതുവരെ നീ മാറി നിൽക്കണം. ഇത്രയെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ എൻ്റെ അമ്മയുടെ ആത്മാവ് എന്നോട് ക്ഷമിക്കില്ല. എൻ്റെ അമ്മയുടെ ആത്മാവിന് മോക്ഷം കിട്ടുന്നത് വരെ എൻ്റെ മനസ്സിലെ കലി അടങ്ങില്ല. ഇപ്പോ നിന്റെ മുന്നിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. DKയുടെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോവുക. വിവരങ്ങൾ അറിയാനുള്ള വിളികളെല്ലാം. ലോകം ഇങ്ങനെയാണ് ഇടിക്കേ. തന്റെ തകർച്ച ആഗ്രഹിക്കുന്നവരും അത് കണ്ട് സന്തോഷിക്കാൻ കാത്തിരിക്കുന്നവരും സഹതാപ തരംഗക്കാരുടെ വേഷം കെട്ടി ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. അതിനൊന്നും ചെവി കൊടുക്കാതിരിക്കുക, അതേ ഉള്ളു മാർഗം. സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന കമന്റുകളാ കഷ്ടം. DK പെൺവാണിഭക്കാരനാണ് പോലും. ഒരാളെ കൊല്ലാതെ കൊല്ലാനുള്ള ഏറ്റവും എളുപ്പവഴി അയാളുടെ ഇമേജിനെ ഇല്ലാതാക്കല. പണ്ട് മഞ്ഞപ്പത്രങ്ങളും നാലാംകട രാഷ്ട്രീയക്കാരും ചെയ്തുകൊണ്ടിരുന്ന നാണം കെട്ട പണിയാ ഇവരിൽ പലരും ചെയ്യുന്നത്. അതിനെതിരെ ശക്തമായ നടപടി എടുക്കാൻ തന്നെയാ ഡിപ്പാർട്ട്മെന്റ് തീരുമാനം. DK, താനിങ്ങനെ തളർന്നിരിക്കരുത്. ഞാൻ പിന്നെ എന്ത് വേണം? എടോ, മരിച്ചതിന് തുല്യമായിട്ടാണ് ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ പെൺവാണിഭക്കാരനായി. ഇന്നലെ വരെ ബഹുമാനത്തോടെ കണ്ടിരുന്ന ആളുകൾ ഇനിയും പരിഹാസത്തോടെ ചിരിക്കും. എൻ്റെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, എൻ്റെ ജോലിക്കാർ, എന്തിന് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്നും ഫാമിലി ആയിട്ട് വന്നിരുന്ന എൻ്റെ കസ്റ്റമേഴ്സ്, എല്ലാവരുടെ മുന്നിൽ ഞാൻ ആരായി? കേവലം 1-2 മണിക്കൂറുകൾ കൊണ്ട് എഴുതി നാറ്റിച്ചില്ലേ സോഷ്യൽ മീഡിയ? സത്യം അറിഞ്ഞിട്ടാണ് ഇവരിതൊക്കെ ചെയ്തത്. എൻ്റെ ജ്യോതി, അവൾക്ക് മുന്നിൽ ആ അവസ്ഥയിൽ നിൽക്കേണ്ടി വന്ന എൻ്റെ നിസ്സഹായാവസ്ഥയും നാണക്കേടും ഞാനിനി എങ്ങനെ പുറത്തിറങ്ങി നടക്കും? എടോ, ഇതൊന്നും കണ്ട് താൻ ടെൻഷനാവണ്ട. 2 ദിവസം അത്രയൊക്കെ ഉള്ളതിന് ആയുസ്. ഇതൊക്കെ വായിക്കുന്നവർക്കറിയാം ഇതിൽ 1% പോലും സത്യമില്ലെന്ന്. ഇതിനൊക്കെ പിന്നിൽ വളരെ കൃത്യമായൊരു പ്ലാനിംഗ് ഉണ്ട്. അവിനാഷിന്റെ മരണത്തിന്റെ രഹസ്യം വെളിപ്പെടുത്താനെന്ന് പറഞ്ഞ് ഒരു സ്ത്രീ വിളിക്കുന്നു. അയാളെ ആരാണ് കൊന്നതെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഞാൻ പറയുന്ന സ്ഥലത്ത് വന്നാൽ അതിനുള്ള തെളിവുകൾ ഞാൻ തരും. സംശയം തോന്നിയതുകൊണ്ട് ഞാനത് നിങ്ങളെ അറിയിച്ചു. കറക്റ്റ് സമയത്ത് കുറെ നാട്ടുകാർ അവരെവിടെ നിന്ന് വന്നു. നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ പോലീസും എത്തി. ആ സ്ത്രീ ആരാ അവരെ കൊണ്ടുവന്നത്? കൂടെ പിടിക്കപ്പെട്ടവരൊക്കെ നാടകക്കാരായിരുന്നു. എന്തായാലും ആ സ്ത്രീയുടെ ഡീറ്റെയിൽസ് എടുക്കണം. വിടരുത്, ഒരൊറ്റ എണ്ണത്തിന് വിടരുത്. ഹലോ, ആരാ? താനോ? എന്താടോ? എപ്പോ? മുകളിൽ ആര്? ഡോ, ഇത് സത്യമാണോ? ശരി ശരി, ഞാൻ വിളിക്കാം. എന്താ, ആ സ്ത്രീയും കൂടെയുള്ളവരും രക്ഷപ്പെട്ടു പോയല്ലേ? അതെ, അത് ഇപ്പോ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു കോള് വന്നു. സെക്കൻഡുകൾക്കുള്ളിൽ അവർക്ക് വേണ്ടി ഏതോ മുന്തിയ വക്കീലും ചെന്ന് അവരെ രക്ഷിച്ചുകൊണ്ടുപോയി.
ഇനി അവളെയും കൂട്ടാളികളെയും ഓടിയിട്ട് നോക്കിയാൽ കിട്ടത്തില്ല. ഇതിന് പിന്നിൽ മറ്റേതോ ബ്രെയിൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അതെന്തായാലും നമുക്ക് കണ്ടുപിടിക്കാം. തൽക്കാലം താൻ വീട്ടിലേക്ക് ചെല്ല്. ജ്യോതിയും അമ്മയും മക്കളും ഒക്കെ തന്നെ നോക്കി അവിടെ കാത്തിരിക്കുക. മോള് വിഷമിക്കണ്ട. എന്റെ മോനെ ആരോ ചതിച്ചതാ. അവൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് മോക്കറിയില്ലേ? മോളെന്താ ഒന്നും പറയാത്തത്? അമ്മയോട് ഞാൻ എന്ത് പറയും? എനിക്ക് ഏട്ടനെ വിശ്വാസമാണെന്ന് പറഞ്ഞ എനിക്കിവിടെ നിന്ന് തൽക്കാലത്തേക്ക് മാറി നിൽക്കാൻ പറ്റില്ല. വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞ അമ്മയ്ക്കത് സങ്കടാവുകയും ചെയ്യും. ഈശ്വര, ഞാൻ എന്ത് ചെയ്യും? എന്റെ ഏട്ടന്റെ ജീവന് ഒരാപത്തും പറ്റരുത്. ആ വിഘ്നേഷ് ഈ കുടുംബം തകർക്കരുത്. അതിനുവേണ്ടി തൽക്കാലം വിഘ്നേഷിന്റെ ഭീഷണിക്ക് വഴങ്ങിയേ പറ്റൂ. എന്റെ ഏട്ടനെ വിശ്വാസമല്ലെന്ന് എനിക്ക് പറഞ്ഞേ പറ്റൂ. മോളെന്താ ഒന്നും പറയാത്തത്? എനിക്കറിയാവുന്ന എന്റെ ഏട്ടനെ അല്ല ഇന്ന് ഞാൻ കണ്ടത്. അമ്മ പറഞ്ഞ പോലെ വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാ. മോളെ, നിന്നെ സ്നേഹിക്കുന്നത് പോലെ അവൻ ലോകത്തൊരാളെ സ്നേഹിക്കുന്നില്ല എന്ന് ഈ അമ്മയ്ക്കറിയാം. നീ അവരിങ്ങനെ സംശയിക്കരുത്. അമ്മയുടെ മോൻ അമ്മയ്ക്ക് വലുതായിരിക്കും. പക്ഷെ അമ്മ എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും കണ്ട കാഴ്ച ഞാൻ മറക്കില്ല. മോളെ, എന്തിനാ അമ്മയുടെ മോനെ പോലീസ് അറസ്റ്റ് ചെയ്ത്? ആ മനുഷ്യനെ ഇനി ഞാൻ വിശ്വസിക്കണമെന്നാണോ അമ്മ പറയുന്നത്? മോളെ, അമ്മയൊന്നും വേണ്ട, അമ്മയൊന്നും പറയണ്ട. അതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. അമ്മ പോകുന്നുണ്ടോ? എനിക്കിത്തിരി സമാധാനം വേണം. ഈശ്വര, പാവ അമ്മ എനിക്ക് വേദനിപ്പിക്കേണ്ടി വന്നല്ലോ. കണ്ണ, എന്നോട് ക്ഷമിക്കണേ. ഈ വീട്ടിൽ നിന്ന് തൽക്കാലത്തേക്ക് ഇറങ്ങാൻ ഈ സംഭവത്തിൽ പിടിച്ചു കയറി ഇത് വലുതാക്കേ മാർഗമുള്ളൂ. കൂടെ നിൽക്കണേ കണ്ണ. താൻ ധൈര്യമായിട്ട് വീട്ടിലേക്ക് ചെല്ല്. തന്റെ ഭാര്യയും അമ്മയും മക്കളും മരുമക്കളും ആരും ഒരു തരത്തിൽ തന്നെ അവിശ്വസിക്കില്ല. ലോകത്താരും നമ്മളെ മനസ്സിലാക്കിയില്ലെങ്കിലും നമ്മുടെ കുടുംബം നമ്മളെ മനസ്സിലാക്കും. അവരെല്ലാം ഇപ്പോ തന്നെയും കാത്തിരിക്കാവും. അതിനെക്കുറിച്ചൊന്നും എനിക്കൊരാശങ്കയില്ല. എന്നാലും ഒരെന്നാലും ഇല്ല. താൻ വീട്ടിലേക്ക് ചെല്ല്. ഇനി താൻ ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല. ഞാനും കൂടെ വരാം. ചെല്ലിടിക്കേ. ആ സമയം കൊണ്ട് ഞാൻ ആ ഹേമലതയുടെ ഡീറ്റെയിൽസ് തപ്പിയെടുക്കാം. എഴുന്നേൽക്ക്, നമുക്ക് വീട്ടിൽ പോവാം. നിങ്ങൾ വയ്ക്കൂ, ഞാൻ വന്നോളാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. താൻ എഴുന്നേക്കടോ. എണീറ്റ് വാടോ. വാ. ജ്യോതി, നീ അമ്മയോട് DK കുറിച്ച് പറഞ്ഞത് ശരിയായില്ല.
നിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പെരുമാറ്റം അമ്മ തീരെ പ്രതീക്ഷ കാണില്ല. ഇതുപോലൊരു പ്രതിസന്ധിയില് DKയ്ക്കൊപ്പം നിൽക്കേണ്ടവളാ നീ.